നല്ലൊരു ഗ്രാമത്തിൻ്റെ ഭംഗി അങ്ങനെ തന്നെ പറയാം. പക്ഷേ എല്ലാ സൗകര്യമുള്ള ഏരിയ കേട്ടോ. നമ്മളെ മാനന്തവാടി ടൗൺ അടുത്താണ്, പനവരം ടൗൺ അടുത്താണ്. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ബസ് റൂട്ടാണ്. ഫ്രണ്ടിൽ നേരെ വയൽ എന്ന് പറഞ്ഞാൽ വലിയൊരു വയലേരിയയാണ്. അതിൽ ഒരേക്കർ നമ്മളെ വയലുണ്ട്. ബാക്കി വലിയൊരു ഏരിയ ആണ്. ഒരു ഭയങ്കര രസമുള്ളൊരു സ്ഥലം. നിങ്ങൾക്ക് ആ സ്ഥലം കാണുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഒരേക്കർ കര, ഒരേക്കർ വയൽ, 1600 സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു വീട്, ഭംഗിയുള്ള വീട്. കുറച്ച് ഹൈറ്റിലൊക്കെ ആയിട്ട് വീട് നല്ല ഭംഗിയിലാണ് കിടക്കുന്നത്. ഫ്രണ്ടിൽ വയലിൻ്റെ വ്യൂ ആണ്. നേരെ വെളുത്ത് നമുക്ക് എഴുന്നേറ്റ് വരുമ്പം തന്നെ വിശാലമായ വ്യൂ ആണ് വയലിൻ്റെ. അങ്ങനെ ഭംഗിയുള്ള നല്ലൊരു സ്ഥലം. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് എൻക്വയറി ചോദിച്ചിട്ടുണ്ട് ആ ഒരു മോഡൽ സ്ഥലത്തിന്. ഇപ്പോൾ വയനാട്ടിൽ വന്ന് സെറ്റിൽ ആവാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റുന്ന നല്ല ലാൻഡ്, എല്ലാ സൗകര്യമുള്ള ലാൻഡ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ കൊയിലേരിയാണ് നിൽക്കുന്നത്. കൊയിലേരി എന്ന് പറയുന്നത് നമ്മൾ മീനങ്ങാടി മാനന്തവാടി റോഡാണ്. മീനങ്ങാടി കണ്ണൂർ റോഡ്, അതായത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കണ്ണൂരേക്ക് പോകുന്ന ഹൈവേയിലാണ് നമ്മൾ നിൽക്കുന്നത്. എയർപോർട്ട് റോഡാണ് ഇത്. നമുക്ക് ഇവിടുന്ന് മാനന്തവാടി ടൗണിലേക്ക് ഒരു 6 കിലോമീറ്റർ ഉണ്ടാവും. നമ്മളിപ്പോൾ വരുന്ന ഭാഗം പനമരം ഭാഗത്തു നിന്നാണ്. പനമരം ടൗണിലേക്ക് ഒരു 7 കിലോമീറ്റർ ഉണ്ടാവും. മെയിൻ ഹൈവേ ആണിത്. നമുക്ക് ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ളത്. നിങ്ങൾ ബോർഡ് കാണുന്നുണ്ടാവും. കമ്മന എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ബസ് റൂട്ടൊക്കെ ഉള്ള വഴിയാണ്. ബസ്സൊക്കെ പോകുന്ന സ്ഥലത്താണ് നമ്മളെ ലാൻഡ് കിടക്കുന്നത്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ കര, ഒരേക്കർ വയൽ, അതിൽ നല്ലൊരു വീട്, ഒരു 1600 സ്ക്വയർ ഫീറ്റോളമുള്ള നല്ല ഭംഗിയുള്ളൊരു വീടും, അതും ബസ് റൂട്ടിൽ വീടിൻ്റെ ചേർന്ന് ബസ് പോകുന്ന വഴിയാണ്. നമുക്ക് ഈ വഴിയാണ് പോകാനുള്ളത്. അപ്പോൾ ബാക്കി എന്ത് ചെയ്യാം, നമുക്ക് സൈറ്റിലെത്തിയിട്ട് കാണാം. അപ്പം നിങ്ങൾക്ക് ഈ ഏരിയ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് ഈ ഒരു ഭാഗം എടുത്തത്. ബാക്കി നമുക്ക് സൈറ്റിലെത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. നമ്മളിപ്പം വയലിലാണ് നിൽക്കുന്നത്. ഇതിൽ കൃഷിയുള്ള വയലാട്ടോ. പുഞ്ചകൃഷിയുണ്ട്, നഞ്ചകൃഷിയുണ്ട്. പക്ഷേ ഇതിൽ വെള്ളം കയറും. നല്ല മഴ വരുമ്പോൾ വെള്ളം കയറും. പക്ഷേ ഇവർ വെള്ളം കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള കൃഷി കുറഞ്ഞ സമയത്ത് വിളവെടുക്കാൻ പറ്റുന്ന നെല്ലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 2 കൃഷി ഇതിൽ നടക്കുന്നുണ്ട്. നമ്മൾ ആ മരങ്ങളൊക്കെ കാണുന്നില്ലേ, അവിടം വരെ ഈ വയലുണ്ട് കേട്ടോ. ആ മരങ്ങളൊക്കെ കാണുന്ന അവിടം വരെ ഒരേക്കർ വയലാണ്. അവിടെ ആ മരത്തിനോട് ചേർന്ന് തോട് കിടക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ കൃഷി ചെയ്യുന്നുണ്ട്. ആ വയലൊക്കെ നമ്മൾ തന്നെയാണ്. ഒരേക്കർ വയൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഭയങ്കര രസമുള്ള വ്യൂ ആട്ടോ. ഇതിൻ്റെ വ്യൂ നിങ്ങൾക്ക് ഞാൻ മേലോട്ട് കയറുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീടാണ് നമ്മൾ ഇന്ന് ഇതിലുള്ള വീട്, നമ്മളെ 2 ഏക്കർ പറമ്പിലുള്ള വീട്. നമുക്ക് ജസ്റ്റ് മേലോട്ട് കയറാം. നമ്മൾ ഈ വയലിൽ നിന്ന് നേരെ കയറുന്നത് റോട്ടിലേക്കാണ് കേട്ടോ. വയലിനോട് ചേർന്ന് റോഡാണ്. റോഡ് എന്ന് പറഞ്ഞാൽ ബസ് പോകുന്ന റോഡാണ്, ബസ് റൂട്ടാണ്. ഇതിൽ ഒരുപാട് ബസ് സർവീസ് ഉണ്ട്. നേരെ മാനന്തവാടിക്കുള്ള ബസ് സർവീസ് ഉണ്ട്. ഇതാണ് റോഡ്. കമ്മന എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ, കമ്മന. അപ്പോൾ ജസ്റ്റ് വയലൊന്ന് റോട്ടിൽ നിന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് നമ്മളെ വീട്ടിലോട്ട് കയറി പോകുന്ന റോഡാണ്. ഗേറ്റ് കാര്യങ്ങൾ, കോമ്പൗണ്ട് വാള് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അപ്പുറത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് വഴി കയറി പോവാം. അതൊരു രസമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. ഈ വ്യൂ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല വൈഡ് വ്യൂ ആണ്. നമ്മളെ ക്യാമറയൊന്നും മതിയാവില്ല ഇത് മൊത്തത്തിൽ കിട്ടാൻ. മലേൻ്റെ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒക്കെ പുറകിൽ മലയുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീട്ടിലോട്ട് കയറി പോകാനൊരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് വഴി കയറി പോവാം. ഫ്രണ്ടേജ് എനിക്ക് തോന്നുന്നൊരു 10-40 മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ടാവും. അവിടെ മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് ഒരു റോഡ് വരുന്നുണ്ട്. നമ്മൾ വീടിൻ്റെ സൈഡിനോട് ചേർന്ന് മേലോട്ടൊരു കോൺക്രീറ്റ് റോഡ് ഉണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ആദ്യം മുതലേ ഉള്ള സ്റ്റെപ്പാണ് ഈ വീട്ടിലോട്ട് കയറുന്നത്. വീടിന് ഒരു 5-6 വർഷത്തെ പഴക്കമേ ഉള്ളൂ കേട്ടോ. അധികം പഴക്കമില്ലാത്ത പുതിയ വീട് എന്ന് തന്നെ പറയാം. ഇതാണ് വീട്. നല്ല ഭംഗിയുള്ള ഒരൊറ്റ നില വീട്. 1600 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 3 ബെഡ്റൂം ഉണ്ട്.
അത്യാവശ്യം നല്ല രീതിയിൽ മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈലൊക്കെ ഇട്ടതാണ്. നല്ല വൃത്തിയുള്ള വീടാണ്. നിങ്ങൾ വൈക്കോൽ തുറവൊക്കെ കാണുന്നുണ്ടാവും. ഇപ്പം പൊതുവെ കാണാൻ കുറവുള്ള സംഭവങ്ങളാണ്. 2 വലിയ ദേവദാരു കിടക്കുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ കയറി വരുന്നിടത്ത്. ഇതാണ് നമ്മൾ കയറി വരുന്ന ഗേറ്റും ഇതും. ഈ വീട്ടിൽ നിന്നുള്ള വ്യൂ ആണിത്. നേരെ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ആണിത്. കുറേ ചെടികളൊക്കെ ഉണ്ട് മുറ്റത്ത്. അങ്ങനെ നല്ല രീതിയിൽ നല്ല ഭംഗിയുള്ളൊരു വീടും അന്തരീക്ഷമാണ്. നമുക്ക് ജസ്റ്റ് ആദ്യം ഈ വീടിൻ്റെ ഉൾവശം ഒന്ന് കാണാം. ഇത് പുറത്ത് ഒരു റൂമാണ്. ഇത് ഇവർ ബെഡ്റൂമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതടക്കമാണ് 3 ബെഡ്റൂം. ഇതിൽ ബാത്റൂം കോമൺ ആണ്. കയറി ചെല്ലുന്ന അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ഹാളാണ്. ഇടത് സൈഡ് ഒരു ബെഡ്റൂമുണ്ട്. ഞാൻ നേരെ കാണിക്കുന്ന ഒരു ബെഡ്റൂമാണ്. വലത് സൈഡിൽ ഇതൊരു ബെഡ്റൂമാണ്. അങ്ങനെ 3 ബെഡ്റൂം. ഇതൊരു ബെഡ്റൂമാണ്. ഇടത് സൈഡ് നേരത്തെ കാണിച്ച ബെഡ്റൂം അല്ല, ഇതാണ് ബെഡ്റൂം. 3 ബെഡ്റൂം കേട്ടോ, കൺഫ്യൂഷൻ വരണ്ട. 3 ബെഡ്റൂം, ഒരു ഹാള്. ഇത് കിച്ചണാണ്. നല്ല വലിപ്പമുള്ള ഒരു കിച്ചണാണ്. മോശമില്ലാത്തൊരു വർക്ക് ഏരിയ ഉണ്ട്. ബാക്ക് സൈഡ് ഈ സൈഡ് അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. ഇങ്ങനെയാണ് ഈ വീടിൻ്റെ ഉൾവശം. നീറ്റായിട്ടുള്ളൊരു വീടാണ്. നമുക്കിനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ലാൻഡും കൂടെ കാണാം. നമ്മൾ ഈ സൈഡിലോട്ട് മുറ്റത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മേലെയുള്ള ലാൻഡാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും. കുറച്ച് ഹൈറ്റിലാണ്. വീടിൻ്റെ മേലെയാണ് ലാൻഡ് വരുന്നത്. ഈ റോഡ് ഇതിൻ്റെ നമ്മളെ വീടിൻ്റെ സൈഡിൽ കൂടെ മേലോട്ട് പോകുന്ന റോഡാണ്. അതിലെ കുറേ വീടുകളൊക്കെ ഉണ്ട്. താഴെ നിന്ന് ആ റോഡിൽ നിന്ന് കയറുന്ന ഇതാണ്. നമുക്ക് ഈ ലാൻഡും കൂടെ ഈ റോഡും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റോഡാണ്. പൊതു റോഡാണ്. ജസ്റ്റ് ഇവിടെ ഇത് ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നത് നമ്മളെ ലാൻഡ് ആട്ടോ. ഞാൻ പിന്നെ കയറാൻ ഭാഗത്തിന് കുറച്ച് മേലോട്ട് കയറാണ്. ഇതിലുള്ളത് കാപ്പിയാണ്. കാപ്പി ഇവരിപ്പോൾ തൈക്കാപ്പി വെച്ചതാണ്. തൈക്കാപ്പി വെച്ച് ഇപ്പം വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ആദ്യമുള്ള കാപ്പി വെട്ടിയിട്ട് തൈക്കാപ്പി വെച്ചതാണ്. ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. വീടിൻ്റെ തൊട്ട് മേലെയാണ് ഈ 1 ഏക്കർ ലാൻഡ് കിടക്കുന്നത്. എല്ലാം ഉണ്ട് കേട്ടോ. കുറച്ച് കവുങ്ങ്, കുരുമുളക്, മാവ്, പ്ലാവ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഈ ലാൻഡ് നമ്മളെ വീടിൻ്റെ ടെറസിന് ഒപ്പാണ് ഈ ലാൻഡ് കിടക്കുന്നത്. കുരുമുളകൊക്കെ അത്യാവശ്യമുണ്ട്. നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. തോട്ടം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വിളകളൊക്കെ കോഫിയൊക്കെ നല്ല രീതിയിലുണ്ട്. ചെരുവല്ല കേട്ടോ. ഈ മേലെ കയറി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു വലിയൊരു ചെരുവില്ലാത്ത രീതിയിലാണ് ഈ 1 ഏക്കർ കിടക്കുന്നത്. അപ്പോൾ ഏതാണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല തോട്ടാണ്. വയലിൽ കൃഷിയുണ്ട്. 1600 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. നല്ല ഭംഗിയുള്ള ഏരിയ ആണ്. ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾ കാണുന്നുണ്ടാവും. ബാക്കിൽ മലകളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം. നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമുള്ളൊരു ഏരിയ ആണ്. ഇതിൻ്റെ വില ഇവർ ടോട്ടൽ ചോദിക്കുന്നത് 95 ലക്ഷം രൂപയാണ്. അതായത് 1 ഏക്കർ വയൽ, 1 ഏക്കർ കര, 1600 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും 95 ലക്ഷം രൂപയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നെഗോഷ്യബിൾ ആണ്. വലിയ കുറവൊന്നും വരില്ല. അപ്പം ഇവിടെ വന്ന് സെറ്റിലാവാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റുന്ന അടിപൊളി ഒരു ഏരിയ ആണ്.